നമസ്കാരം. പെരുന്നാൾ ദിവസം നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു അബ്ദുൾ റഹീമിന്റെ തിരിച്ചുവരവ്. ഇത്രയും നാളും ഈ നാട് കാണാതിരുന്ന ഒരു മനുഷ്യൻ 20 വർഷമായി. 20 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസിന്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 24ാമത്തെ വയസ്സിൽ ഉമ്മയുടെ അടുത്ത് നിന്ന് ജോലിക്ക് പോയതാണ് ആ മകൻ. അപ്പൊ ഇത്രയും നാളും നാട് കാണാൻ സാധിച്ചിട്ടില്ല. നാട്ടുകാരെയോ വീട്ടുകാരെയോ കുടുംബക്കാരെയോ ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് നാട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുമാത്രം സന്തോഷമുണ്ടാകും. ഇത്രയും നാളും ജയിലിൽ കിടന്ന മകനെ മോചിപ്പിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം ആ ഉമ്മയുടെ മനസ്സിൽ എന്തുമാത്രം ഉണ്ടാകും. ഇത്രയും നാളും മനസ്സുരുകിയായിരുന്നു ആ ഉമ്മ ജീവിച്ചിരുന്നത്. 20 വർഷവും മകന് വേണ്ടിയിട്ടായിരുന്നു ആ ഉമ്മ പ്രാർത്ഥിച്ചത്. ഊണും ഉറക്കവും ഒന്നുമില്ലാതെ പ്രാർത്ഥിച്ച് മനസ്സുരുകി ജീവിച്ച ഉമ്മയ്ക്ക് സന്തോഷം കൊടുക്കാൻ എന്തായാലും മലയാളികളെ കൊണ്ട് സാധിച്ചു. എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റേത് സമൂഹത്ത് പോയാൽ കഴിഞ്ഞാലും മലയാളികളെ പോലെ ഇത്രയ്ക്ക് ഒത്തൊരുമയോട് കൂടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടാകില്ല. മലയാളികളെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. എല്ലാവരും ഒരുമിച്ച് പൈസ പിരിച്ചെടുക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നു. ജാതി മത വ്യത്യാസമന്യേ എല്ലാ വ്യക്തികളും അതിനു വേണ്ടിയിട്ട് എഫോർട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നുമല്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മയ്ക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. ഇപ്പൊ കുറെ പേര് ചിലപ്പോൾ പറയുന്നുണ്ടാകാം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ലേ, ജയിൽ ശിക്ഷ അനുഭവിച്ചില്ലേ. ജയിൽ ശിക്ഷ അനുഭവിച്ചില്ലേ, 20 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പറ്റും. പൊറുക്കാൻ പറ്റുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തു കൊടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ കാണിച്ചു കൊടുത്തത്. വലിയൊരു മാതൃക തന്നെയാണ്. മലയാളികളെയും കൊണ്ടേ ഇങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണീര് കണ്ടപ്പോ, ആ സന്തോഷം കണ്ടപ്പോ ശരിക്കും മനസ്സ് നിറഞ്ഞുപോയി. ഏതായാലും ആ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഉമ്മയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരെന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. 20 കൊല്ലത്തിന് ശേഷം മകൻ അരികിലെത്തിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് കോടമ്പുഴയിലെ വീട്ടിൽ അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ. 20 വർഷങ്ങൾക്ക് ശേഷം കോടമ്പുഴയിലെ ആ വീട്ടിലേക്ക് ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് റഹീം വീണ്ടും എത്തുകയാണ്. ഉമ്മയ്ക്കൊപ്പം ഇരിക്കുകയാണ് റഹീം. ഉമ്മ എന്ത് തോന്നുന്നു റഹീമിനെ കണ്ടപ്പോൾ? അൽഹംദുലില്ലാ, എൻ്റെ കുട്ടീനെ തമ്പ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി. അൽഹംദുലില്ലാ, എത്ര കണ്ട് സൂക്ഷിക്കണം. നിങ്ങളൊക്കെ സേവനം കൊണ്ട് താഴ്ത്തിയാനെത്തി. റഹീമിന് ഒരു കാര്യം അറിയാം, ആദ്യമൊക്കെ ഉമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ഒരു വിഷമൊക്കെ, ഇനി എൻ്റെ മോൻ വന്നിട്ടേ പ്രതികരിക്കുള്ളൂ എന്നാണ് ഉമ്മ പറഞ്ഞത്. ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരുമിച്ചില്ല. ഞാൻ പറഞ്ഞ വാക്ക് അള്ളാഹുക്ക് പറ്റി തന്നെ. അള്ളാഹിനെ സ്തുതിക്കുക മക്കളെ. മോന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഉമ്മ? പറഞ്ഞ തന്നെ പറയാം. സന്തോഷമായോ കണ്ടപ്പോ? ഓ അൽഹംദുലില്ലാ, സന്തോഷം. സഹായിച്ച എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം മക്കളെ. ഇതൊക്കെ പറയാം അള്ള തരും, അല്ലാതെ ഞാൻ തന്നാ തയ്യൂല. എനിക്ക് എത്രയും കളെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടും. പെരുന്നാള് വലിയ പെരുന്നാൾ തന്നെയായി. പെരുന്നാൾ, 2 പെരുന്നാൾ, ഒന്ന് എൻ്റെ പെരുന്നാൾ, ഒന്ന് അള്ളാന്റെ പെരുന്നാൾ. ഈ ദിവസം തന്നെ എത്തുന്നു വിചാരിച്ചിരുന്നു? ഇവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ്, അവിടുത്തെ ലീവ് എല്ലാം മറികടന്നിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നെ. എന്ത് തോന്നി ഇപ്പോ ഇങ്ങനെ എത്തിയപ്പോ? വലിയൊരു ഇടപെടൽ. എനിക്കിതിൽ നിന്ന് ഒറ്റ കാര്യം മനസ്സിലായ എന്താണെന്നറിയാമോ? മറ്റാരെക്കാട്ടിലും 20 വർഷം കൊണ്ട് ആ ഉമ്മ കിടന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. വേറെ ആരുടെ പ്രാർത്ഥനയെക്കാട്ടിലും മറ്റാരുടെ എഫോർട്ടിനെക്കാട്ടിലും ഈ ഉമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഇവിടെ ഇനിയും കുറെ കുത്തിത്തിരിപ്പുകാര് കുറെ കമന്റുകളൊക്കെ ഇടും. നിങ്ങൾ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിലൊക്കെ കുറെ കുത്തിത്തിരിപ്പുകാരുടെ കമന്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം കമന്റുകളൊക്കെ ഇങ്ങനത്തെ വാർത്തയ്ക്കൊക്കെ അടിയിൽ ഇടാതിരിക്കുക. പിന്നെ ഇത്തരം കുത്തിത്തിരിപ്പുകാരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. മൈൻഡ് ചെയ്യാനേ പോകരുത്. കാരണം ഇനിയിപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെയാണോ എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത്, മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒത്തൊരുമിച്ച് നിൽക്കും, എല്ലാവരെയും സഹായിക്കും, അതേപോലെ തന്നെ തിരിച്ച് അടിക്കുകയും ചെയ്യും. അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. നെഗറ്റീവ്സ് ഉണ്ടാകും. ഇനി അബ്ദുൾ റഹീം ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ നാട്ടിലെത്തി, ഉമ്മയുടെ അടുത്തെത്തി, വീട്ടുകാരുടെ അടുത്തെത്തി, കുടുംബക്കാരുടെ അടുത്തെത്തി, കൂട്ടുകാരുടെ അടുത്തെത്തി, ഇനി കുറച്ച് നാളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇനി അദ്ദേഹം ചെയ്യേണ്ടത്. കഴിവതും ഇനി കുറച്ച് നാളത്തേനെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 5-6 മാസത്തിനെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുക. മാധ്യമങ്ങൾ ഇനി എല്ലാവരും അപ്രോച്ച് ചെയ്യും, എല്ലാ TV ചാനലുകാരും അപ്രോച്ച് ചെയ്യും, ഇന്റർവ്യൂസിന് വിളിക്കും. അങ്ങനെ പ്രതികരണം അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂസിന് വിളിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാരുടെ കണ്ണുകളുണ്ട്.
കാരണം മലയാളികൾ ഒന്നിച്ച് നിന്ന് രക്ഷിച്ചതായതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു സംഭവമുണ്ട്, അതായത് ഒരു ഓണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം എത്രയും പുകഴ്ത്തിയോ അല്ലെങ്കിൽ എത്രയും ഒന്നിച്ചു നിന്നോ അതിനനുസരിച്ച് മലയാളികൾ കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നാളെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാരുണ്ട് ഇവിടെ. കാരണം സോഷ്യൽ മീഡിയ ഇപ്പൊ ഇത്രയും ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇദ്ദേഹം നാളെ ഒരു ഇന്റർവ്യൂ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാനലുകാർ ഇന്റർവ്യൂവിന് വിളിച്ചു, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ വന്നു, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു മറുപടി വന്നു. ആ മറുപടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പല രീതിയിൽ അഭിപ്രായത്തെ പല രീതിയിൽ ആക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇദ്ദേഹം കഴിവതും ഇനി ഉമ്മയുടെ അടുത്തെത്തി സന്തോഷമായി ഇനി അദ്ദേഹം ഒരു പ്രൈവറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കഴിവതും കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലേക്കോ ഒന്നും അപ്പിയർ ആകാതെ ഇരിക്കുക. ഇദ്ദേഹത്തിന് ചെയ്യേണ്ട പ്രൊസീജിയറുകളെല്ലാം ചെയ്ത് അത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് കൂടാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. നമ്മളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് അടുത്ത് കൂടുന്ന എല്ലാവരും സഹായിക്കാനാകണമെന്നില്ല. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ ഇരിക്കുക. ഒരുപാട് ശത്രുക്കളുണ്ട്, ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ പണിയൊന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരക്കാർ ചിലപ്പം അടുത്തുകൂടാം. സോഷ്യൽ മീഡിയ ഫേമസ് ആക്കുക. ഇപ്പൊ തന്നെ നീലക്കുയില് പച്ചക്കുയില് പോലെയുള്ള ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നുണ്ട്. ഇനി നാളെ അദ്ദേഹം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടാകും. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ചെയ്തികൾ ഓരോന്നും ഇങ്ങനെ സൂക്ഷ്മ ദൃഷ്ടിയാൽ നോക്കി അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാനും, കാരണം സോഷ്യൽ മീഡിയയിൽ വിമർശിക്കാൻ ഒരാളെ വേണം. അപ്പൊ അതിനൊരു ഇരയാകാതെ ഇരിക്കുക, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ സമൂഹം അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നെ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിച്ചവരാണ് മലയാളികൾ. എല്ലാ രീതിയിലും ഭയങ്കര ഉന്നതിയിലാണ്. വിദ്യാഭ്യാസമായിക്കോട്ടെ വിവരമായിക്കോട്ടെ എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. എന്നിട്ട് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED റെയ്ഡ് വന്നു എന്ന് പറഞ്ഞ് മലയാളികൾ കാട്ടിക്കൂട്ടിയ ഭ്രാന്തും കണ്ടതാണ്. ഒരുപറ്റ മലയാളികൾ കാട്ടിക്കൂട്ടിയ ഭ്രാന്തും കണ്ടതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ED വരട്ടെ, റെയ്ഡ് ചെയ്ത് കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ പേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് വരട്ടെ, ഞങ്ങളുടെ നേതാവ് നല്ലവനാണ്, അല്ലെങ്കിൽ നേതാവ് തെറ്റൊന്നും ചെയ്യില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവിടെ കൂടി നിൽക്കണമായിരുന്നു. ആരുടെയും കാറ് തല്ലിപ്പൊട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പോകരുതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2 ഫേസ് ഉണ്ട് മലയാളികൾക്ക്. അപ്പോൾ ഈ ഒരു ഫേസിനെ പറ്റിയിട്ട് മനസ്സിലാക്കി അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തി ഇനിയും പെരുമാറേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളും കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും മാധ്യമങ്ങളുടെ മുമ്പിലൊന്നും അപ്പിയർ ആകാതെ, സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പബ്ലിസിറ്റിയിലേക്ക് പോകാതെ കുറച്ച് നാളൊരു പ്രൈവറ്റ് ലൈഫ് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിന് ഒരു നെഗറ്റിവിറ്റി വരാതിരിക്കാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും.